നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിഫ്റ്റി 50-ലെ ഏതാനും നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാനും സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോക്കിൽ SIP എന്ന രീതിയിൽ റെഗുലറായിട്ട് കുറേശ്ശെ എമൗണ്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇത് വീക്ക്ലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം നമുക്കൊരു ഷോർട്ട് ടൈം ട്രേഡിംഗ്, അത് 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റായി പുതിയ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് SIP പോലെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം നിഫ്റ്റി 23,465 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് വിലക്കുറവിൽ ഏതൊക്കെ സ്റ്റോക്ക് കണ്ടെത്തും, വിലക്കുറവിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് 50 സ്റ്റോക്കുകളിൽ ഏതൊരു സ്റ്റോക്കാണ് നല്ല വാലുവേഷനിൽ കിട്ടുന്നതെന്ന് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. അങ്ങനെയുള്ള മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. വാട്സപ്പിൻ്റെ ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏത് സ്റ്റോക്കാണ് നല്ല വാലുവേഷനിൽ കിട്ടുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ക്ലിക്കിൽ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇത്രയും മുകളിലാണ്. അപ്പം ആ ഒരു കറണ്ട് സിനാരിയോയിൽ നമുക്ക് IT സെക്ടറിലെ HCL ടെക് നമുക്ക് നല്ല വാലുവേഷൻ തരുന്നുണ്ട്. എക്സലൻറ്റ് ക്വാളിറ്റി, അട്രാക്റ്റീവ് വാലുവേഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും ലോങ് ടൈം പെർഫോമൻസിൽ എക്സലൻറ്റ് ക്വാളിറ്റിയാണ്, ഗുഡ് കമ്പനി ഗ്രോത്ത്, എക്സലൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ, നമുക്ക് അട്രാക്റ്റീവ് വാലുവേഷൻ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 147 കമ്പനി IT സെക്ടറിലുള്ളതിൻ്റെ അകത്ത് റാങ്ക് 3 വരുന്ന കമ്പനിയാണ്. അപ്പോൾ ഓൾറെഡി ഇത് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50-ലെ കമ്പനി തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ 1700 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ കറൻറ്റ്ലി 1431 ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ലോങ് ടൈം മന്ത്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആ ഒരു ട്രെൻഡിലും ഈ ഒരു സ്റ്റോക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്താണെങ്കിൽ ഓക്കെ. അപ്പം ഈ ഒരു റീജിയനിൽ നമുക്കൊരു കറക്ഷനിലാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 270 രൂപ അടുത്ത് കറക്ഷനിലാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 20% അടുത്ത് നമുക്ക് വിലക്കുറവിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്ക് ഒന്നെങ്കിൽ SIP എന്ന രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം, അതിനുശേഷം വീണ്ടും ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യാം, ഒരു 10-15 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യും. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീജിയനിൽ എൻട്രി എടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു ഹൈയിലേക്ക് വന്ന് ഒരു 1-2 വർഷത്തിനുള്ളിൽ ഈ ഒരു ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണെങ്കിലും ചിന്തിച്ച് നമുക്ക് ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടിയും പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയും എക്സലൻറ്റ് ക്വാളിറ്റി, അട്രാക്റ്റീവ് വാലുവേഷൻ, ഫൈനാൻഷ്യൽ ട്രെൻഡ് പോസിറ്റീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത് ഏത് സ്റ്റോക്ക് ബ്രോക്കറിലാണ്? ഈ ഒരു ക്വാളിറ്റി സ്കോർ ബോർഡൊക്കെ ഇത് ഏഞ്ചൽ മണിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇക്വിറ്റിയിൽ 0% ആണ് ഇവരുടെ ബ്രോക്കറേജ്. ഓക്കെ, 0% ആണ് ബ്രോക്കറേജ് ഇക്വിറ്റി ഡെലിവറി എടുക്കുന്നതിന്. അപ്പോൾ സ്റ്റോക്കിൽ എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് നാളത്തേക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിലും ബ്രോക്കറേജ് 0 ആണ് ഏഞ്ചൽ വൺ വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനാണെങ്കിൽ അതിൻ്റെ ലിങ്കും ശരിയായ ലിങ്ക് ബെനിഫിറ്റോട് കൂടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എക്സലൻറ്റ് മാനേജ്മെൻറ്റ് റിസ്ക്, എക്സലൻറ്റ് കമ്പനി ഗ്രോത്ത്, എക്സലൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ കമ്പനി ലോങ് ടൈമിൽ എക്സലൻറ്റ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 18 കമ്പനികളുള്ള പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിലെ 18 കമ്പനികളിൽ 4ാമത്തെ റാങ്കിലാണ് ഈ ഒരു കമ്പനി ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്ക് നമുക്ക് ഒരു ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 1-2 വർഷം നോക്കുകയാണെങ്കിൽ, 2-3 വർഷം നോക്കുകയാണെങ്കിൽ അതൊരു സൈഡ് വേസ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ ആയിട്ട് ഏകദേശം 2200 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. കറൻ്റ്ലി 1717 ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കലി ഈ ഒരു സപ്പോർട്ട് റീജിയനോട് അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീജിയനിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒരു ചെറിയ എൻട്രി എടുക്കാം, അതിനുശേഷം ഒന്നുകിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്കൊരു 10-50% റിട്ടേൺ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരു ഷോർട്ട് ടൈമിൽ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു എക്സൽ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു മെത്തേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, ലൈവായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വാട്സപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ സപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ഒരു ചാനലിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് നിങ്ങൾ ഏതായാലും രേഖപ്പെടുത്തുക. കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.